ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഈ ഒരു കസ മർട്ടിനസ് എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ കമ്പനിയുടെ ഒരു സൽസയാണ്. സൽസ എന്ന് പറഞ്ഞാൽ സോസ് തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഹബനേരോ സൽസ എന്ന് പറയുന്നത്. ഹബനേരോ എന്ന് പറഞ്ഞാൽ ഒരുതരം മുളകാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാലിമുളകിൽ ബുഡ്ജലോക്കിയൊന്നും അല്ല, അതിനേക്കാളും എരിവ് കുറവുള്ളതാണ്. അപ്പോൾ എന്താണ് ബ്ലെൻഡ് ഓഫ് ഹബനേരോ, ടൊമാറ്റോ, ഒണിയൻ, സിലാൻഡ്രോ ആൻഡ് സ്പൈസസ്, ഇതാണ് ഇവർ പറയണത്. ഫാമിലി ഓൺ ബിസിനസ്സാണ്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ടൊമാറ്റോ ഉണ്ട്, വെള്ളം, പിന്നെ ഒണിയൻ മറ്റേ സവാള, പിന്നെ കോൺ സ്റ്റാർച്ച് ഇട്ടുണ്ട്, പിന്നെ ഹബാനേരോ പെപ്പർ എന്ന് പറഞ്ഞാൽ ഹബാനേരോ എന്ന് പറഞ്ഞ മുളക്, പിന്നെ ഉപ്പും വിനീഗറും, സിലാൻഡ്രോ, മല്ലി, ഗാർലിക്, വെളുത്തുള്ളി. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് ഓഫ് മെക്സിക്കോ ആണ്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിന്ന് തുറന്നു നോക്കാം. ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. നല്ല തക്കാളിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മണത്ത് പോയിട്ട് ഇപ്പോൾ ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം. ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, തുറക്കാം. അത്യാവശ്യം എരിവുണ്ട്. മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ടേസ്റ്റായിട്ട് ഏറ്റവും അടുത്ത് പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ ഫുഡാണ് എന്നാണ് മനസ്സിലായത്. പറഞ്ഞാൽ ഇവിടെ കുറേ ലാറ്റിൻ അമേരിക്കൻ ഫുഡ് മാർക്കറ്റ്, ലാറ്റിനോ ഫുഡ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ലാറ്റിനോസിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ നിന്ന് ഡിറൈവ് ചെയ്ത ഭാഷ ആണ് ഫ്രഞ്ച്, സ്പാനിഷ് അങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളുടെ ഫുഡിനാണ് ലാറ്റിനോ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ അമേരിക്കയും സൗത്ത് അമേരിക്കൻ കൺട്രീസൊക്കെ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അവരുടെ ഫുഡ് മലയാളികളുടെ ഇടയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റേറ്റ്സിലൊക്കെ വരുന്നവർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ചില സ്റ്റേറ്റിലൊക്കെ ചെന്നാൽ അവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്നത് ലാറ്റിൻ ഫുഡായിരിക്കും. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ലാറ്റിനോ ഫുഡ് മലയാളികളുടെ ഇടയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എരിവ് സ്പൈസ് ഏതാണ്ട് കേരളത്തിലെ നിയറിങ് ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫുഡ് തന്നെയാണത്. അപ്പോൾ പൊതുവേ ഇവിടെ വരുമ്പോഴത്തേക്കും എരിവും കുറഞ്ഞൊരു ഫുഡായിരിക്കും എല്ലാവരും കിട്ടണം. എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല, അക്സെപ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാറ്റിനോ ഫുഡ് മലയാളികളുടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും അത് കൊള്ളാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ടിപ്പ് കൂടി പറയാം. ഇങ്ങനെ ഈ സൽസാസൊക്കെ ലാറ്റിൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതിലവർ ഒരു തെർമോമീറ്ററിൽ സ്പൈസ് ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസ് ലെവൽ ഈ ആരോ ഏറ്റവും മുകളിൽ വന്നതാണെങ്കിൽ നമ്മുടെ നിയറിങ് കേരള സ്റ്റൈൽ എരിവുള്ള ഇതാണെന്ന് മനസ്സിലാക്കണം. എരിവുള്ളതെന്നല്ല, സ്പൈസ് കൂടിയതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട്, ഈ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ലാറ്റിൻ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സൽസ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ നോക്കിയാൽ മതി, തെർമോമീറ്റർ കൊടുത്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹബനേരോ സൽസ. ഈ കമ്പനി നല്ല കമ്പനിയാണ്. ഒരു ഫാമിലി ബിസിനസ്സാണ്. മറ്റേ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല, കെമിക്കൽ.
വിനീഗറാണ് പ്രിസർവേറ്റീവ് ചേർത്തേക്കുന്നത്. ഓക്കെ.